ജലസമൃദ്ധവും ഫലഭൂയിഷ്ഠവുമായ ഇടുക്കിയിലെ മണ്ണ് കുടിയേറ്റ കർഷകരെ ആകർഷിച്ചത് സ്വാഭാവികം. പ്രതിബന്ധങ്ങളേറെയും തൃണവൽക്കരിച്ചുകൊണ്ട് അവരാ മണ്ണിൽ പോരാടുക തന്നെ ചെയ്തു. എന്നാൽ തങ്കമണി 10 മൈൽ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തിന്റെ ഘടനയും കാലാവസ്ഥയും തനത് കൃഷിരീതികളെ വേണ്ടവിധം സഹായിച്ചിരുന്നില്ല. അവിടുത്തെ കുടുംബങ്ങളുടെ അരക്ഷിതാവസ്ഥയ്ക്ക് പോംവഴി തേടിയാണ് സഭാ നേതൃത്വം നൂതന കൃഷിരീതികളെക്കുറിച്ച് ആരായുന്നതും ചിന്തിക്കുന്നതും. തുടർന്നുണ്ടായ മുന്നേറ്റത്തിന്റെ സാക്ഷ്യങ്ങളിലൊന്നാണ് ഇന്ന് ഇടുക്കി രൂപത നേതൃത്വം നൽകുന്ന ജീവൻ ടീ എന്ന ജനകീയ സംരംഭം. ഹൈറേഞ്ചിൽ 1990 അവസാനത്തിൽ സ്ഥാപിതമായ ഒരു സംരംഭമാണ് ജീവൻ ടീ. ഇടുക്കിയുടെ പ്രത്യേകത മൂലം വലിയ കൃഷിനാശവും അതുപോലെ തന്നെ കാർഷിക വിളകളുടെ വലിയ വിലയിടിവും സംഭവിച്ചപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച കർഷകർക്ക് ഒരു കൈത്താങ്ങായിട്ട് അവർക്ക് തേയില കൃഷിയിൽ പരിശീലനം നൽകി. അന്നത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ അച്ഛൻ തമിഴ്നാട്ടിലെ കൂനൂരിൽ നിന്ന് തേയിലത്തൈകൾ കൊണ്ടുവന്ന് ഈ ഹൈറേഞ്ച് പ്രദേശത്ത്, പ്രത്യേകിച്ച് തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾക്ക് നടുവാൻ കൊടുക്കുകയും അവരെ നട്ട് പരിപാലിച്ച് വളർത്തുകയും ചെയ്തു. അതിനുശേഷം അവരുടെ കൊളുന്ത് കളക്ട് ചെയ്യുവാനായിട്ട് വിവിധ ഏജൻസികളുടെ സഹായത്തോടു കൂടി ഇടുക്കി ജില്ലയിലെ ഇപ്പോഴത്തെ പ്രധാന ഒരു ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായ കാൽവരി മൗണ്ടിൽ ആണ് 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ജീവൻ ടീ ആരംഭിച്ചത്. ഇത് എളിയ തോതിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. ഇത് ഇപ്പോൾ നന്നായിട്ട് അത് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വലിയൊരു മെച്ചം കർഷകർക്ക് തങ്ങളുടെ കൊളുന്തിന് അർഹമായ വില ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഗുണമേന്മയുള്ള ചായപ്പൊടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുവാനായിട്ടും ഈ ടീ ഫാക്ടറി ശ്രദ്ധിക്കുന്നുണ്ട്. ജീവൻ ടീ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള മായം ചേരാത്ത നല്ല ചായ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ 2 പ്രയോജനങ്ങൾ. ഒന്ന്, ഇതൊരു തൊഴിൽദാന കേന്ദ്രമാണ്. കുറേയധികം ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ ടീ ഫാക്ടറിയിൽ. രണ്ടാമതായിട്ടുള്ളത്, കർഷകർക്ക് ഇത് വലിയൊരു കൈത്താങ്ങാണ്. പ്രത്യേകിച്ച് കാൽവരി മൗണ്ട്, ഉദയഗിരി, കിളിയാർകണ്ടം, നെല്ലിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം തേയിലകൃഷി ഉണ്ട്. അപ്പോൾ അവർക്ക് തങ്ങളുടെ കൊളുന്ത് അർഹമായ ഒരു വിലയ്ക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ കുറേയധികം കുടുംബങ്ങൾക്ക് താങ്ങാണ് ഈ ജീവൻ ടീ. നിങ്ങൾ ഇത് എത്രമാത്രം നിങ്ങൾക്കിത് പരിചയമുണ്ടെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ജീവൻ ടീ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് മായം കലരാത്ത ചായയാണ്, നല്ല ചായയാണ്. ഹൈറേഞ്ചിൻ്റെ എല്ലാ മണവും ഗുണവും അടങ്ങിയ ചായയാണ്. ഇങ്ങനെയുള്ള സംരംഭങ്ങളിലൂടെ സാധാരണക്കാർക്ക് കൈത്താങ്ങാകുവാൻ പരിശ്രമിക്കുന്ന ഇടുക്കി രൂപതയുടെ പ്രവർത്തനങ്ങളോട് നിങ്ങളുടെ ഏവരുടെയും സഹകരണവും പ്രോത്സാഹനവും അഭ്യർത്ഥിക്കുകയാണ്. ആയിരത്തി 1999 കാലഘട്ടത്തിൽ അഭിഭക്ത കോതമംഗലം രൂപത ആരംഭിച്ച പ്രസ്ഥാനമാണ് ജീവൻ ടീ. തങ്കമണി വികാരി അച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട ഫാദർ മാത്യു കോണിക്കൽ ഈ നാട്ടിലെ കാർഷിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഈ നാടിൻ്റെ ദാരിദ്ര്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് ഒരു പുതിയ കൃഷിരീതി ഇവിടെയുള്ള കൃഷിക്കാരെ പരിചയപ്പെടുത്തി. മലകളും
മഞ്ഞും മഴയും മറ്റ് അനേകം പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ മറ്റ് കൃഷികളൊന്നും ഇവിടെ വളരില്ലായിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി കുന്നൂരിൽ നിന്ന് തേയിലത്തൈകൾ കൃഷിക്കാർക്ക് സൗജന്യമായി കൊടുത്ത് കൃഷി അവരെ പഠിപ്പിച്ച് ഒരു പുതിയ കൃഷി ഈ കാൽവരി മൗണ്ട് പ്രദേശത്ത്, തങ്കമണി പ്രദേശത്ത് തുടങ്ങിയത്. കൃഷിയെല്ലാം പഠിപ്പിച്ച് കൃഷി ആയതിനു ശേഷം ഈ കൃഷിക്കൊരു വിപണി ആവശ്യമായിരുന്നു. ഇത് കൊടുക്കാനായിട്ട് എല്ലാ ആളുകൾക്ക് ഇലയായി കഴിഞ്ഞപ്പോൾ കൊടുക്കാനായിട്ടൊരു സ്ഥലം വേണം. അത് പരിഹരിക്കുവാൻ വേണ്ടി ഇവിടെ ആരംഭിച്ചതാണ് ജീവൻ ടീ എന്ന പ്രസ്ഥാനം. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹൈലാൻഡ് വെൽഫെയർ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങുകയുമാണ് ചെയ്തത്. അഭിമന്യ മാർ ജോർജ് പുന്നക്കുട്ടിൽ പിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണം ഇതിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹം ഈ കോതമംഗലം, ഇടുക്കി രൂപതകളിലെ മുഴുവൻ പള്ളികളിലും മുഴുവൻ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി ഈ പ്രദേശത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി ഉള്ള അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൂടിയാണ് യഥാർത്ഥത്തിൽ ജീവൻ ടീ എന്ന പ്രസ്ഥാനം. 2003 ഇടുക്കി രൂപത സ്ഥാപിതമാകുന്നതുവരെ കോതമംഗലം രൂപതയോട് ചേർന്നായിരുന്നു ജീവൻ ടീ എന്ന പ്രസ്ഥാനത്തിൻ്റെ യാത്ര. 2003 ശേഷം ഇടുക്കി രൂപത അധ്യക്ഷൻ്റെയും വികാരി ജനറാളിൻ്റെയും നേതൃത്വത്തിലുള്ള ഹൈലാൻഡ്സ് വെൽഫെയർ ട്രസ്റ്റിനാണ് പ്രസ്തുത സ്ഥാപനത്തിൻ്റെ നിർവഹണ ചുമതല. 3000-ൽ പരം കർഷകർക്കും തൊഴിൽപരമായി പ്രദേശത്തെ ഒട്ടനവധി കുടുംബങ്ങൾക്കും അത്താണിയാണ് ഈ സ്ഥാപനം. വൻകിട തേയിലത്തോട്ടങ്ങളോട് മത്സരിക്കാൻ ശേഷിയില്ലാത്ത ചെറുകിട തേയില കർഷകർക്ക് ന്യായമായ വിലയും സമൂഹത്തിന് കലർപ്പില്ലാത്ത ചായപ്പൊടിയും വിതരണം ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ജീവൻ ടീ കാലമിത്രയും നിർവഹിച്ചു വരുന്നത്. ഞങ്ങൾ ഇവിടെ 1970 കാലഘട്ടത്തിൽ കുടിയേറിയ കർഷകരാണ്. എൻ്റെ മാതാപിതാക്കന്മാർ ഇവിടെ വന്ന് പല കൃഷികളും പരീക്ഷിച്ച് നോക്കി, പക്ഷേ പരാജയമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോതമംഗലം രൂപത മുൻകൈയെടുത്ത് ഇവിടെ ചെറുകിട കർഷകർക്ക് തേയിലത്തൈകൾ വിതരണം ചെയ്യുന്ന പരിപാടി ആരംഭിച്ചത്. അങ്ങനെ തേയിലത്തൈ ഞങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് ലഭിച്ചു. രൂപതയിൽ നിന്ന് തന്നെ അതിന് ചെറിയ ഫണ്ടുകൾ തന്ന് ഈ ദരിദ്ര മേഖലയെ പുഷ്ടിപ്പെടുത്തി. അങ്ങനെ എല്ലാവർക്കും തന്നെ ഏതാണ്ട് ഒരു 3000-ഓളം ചെറുകിട കർഷകർക്ക് രൂപത തൈകൾ നൽകി ഇവിടെ കൃഷി ആരംഭിച്ചു. ഏതാണ്ട് ഒരു 7 വർഷം 8 വർഷം കഴിഞ്ഞതോടുകൂടി ഇത് ഉൽപ്പാദനം തുടങ്ങാനായിട്ട് ഇവിടെ കൊളുന്തിന് വിലയില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ കൊളുന്തിന് 5 രൂപ 4 രൂപ വില ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ് കർഷകരുടെ നിർദ്ദേശപ്രകാരം രൂപത ജീവൻ ടീ ഫാക്ടറി ആരംഭിക്കാൻ തീരുമാനമെടുക്കുന്നു. അപ്പോൾ രൂപതയുടെ ഒരു കർഷകരുടെ കൊളുന്ത് സംഭരിച്ച് അവർക്ക് മാന്യമായ വില നൽകി അവരുടെ മക്കൾക്ക് ജോലി പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് രൂപത ആവിഷ്കരിച്ചത്. അതനുസരിച്ച് ഞങ്ങളുടെ എല്ലാം കൊളുന്ത് ശേഖരിക്കുകയും ഞങ്ങൾക്ക് ജീവൻ ടീയിൽ തൊഴിൽ ലഭിക്കുകയും ചെയ്തു. 100 കണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജീവൻ ടീ. ചെറുകിട തേയില കർഷകർ ജീവൻ ടീ ആയിട്ട് ഏതാണ്ട് 3000-ഓളം ചെറുകിട കർഷകർ ഈ ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനമാർഗം കഴിയുന്നുണ്ട്. വൻകിട തേയിലത്തോട്ടങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ മാരക കീടനാശിനി പ്രയോഗങ്ങളിലൂടെ കൃഷി നടത്തുമ്പോൾ ചെറുകിട കർഷകർ ആശ്രയിക്കുന്നതേറെയും ജൈവ കീടനാശിനികളാണ്. മാത്രമല്ല
അവയുടെ പ്രയോഗത്തിൻ്റെ ദൈർഘ്യം വലുതുമാണ്. അതിനാൽ തന്നെ ജീവൻ ടീ ഫാക്ടറിയിലെത്തുന്ന തേയിലകളിൽ രാസവിഷാംശത്തിൻ്റെ തോത് നന്നേ കുറവാണെന്ന് തന്നെ പറയാം. ചായകുടി എന്ന മലയാളികളുടെ ദൈനംദിന ജീവിതശീലത്തിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ ചായപ്പൊടി എന്നത് എത്രത്തോളം സാധ്യമാവുമെന്നത് പ്രധാന ചോദ്യമാണ്. അവിടെ നമുക്ക് ലഭ്യമായ ഉത്തരമാണ് ഇടുക്കി രൂപതയുടെ ജീവൻ ടീ. തേയില പ്രോസസ്സിങ്ങിൻ്റെ രീതി നമ്മൾ ഒരു ദിവസം അരയ്ക്കേണ്ട ഇല അത് തലേ ദിവസം യഥാർത്ഥത്തിൽ വൈകുന്നേരം വരും. തലേദിവസം വൈകുന്നേരം വന്ന് വെതറിങ് ട്രഫിൽ നമ്മളിത് തേയില നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെതറിയതിന് ശേഷം അതിൻ്റെ വെതറിങ് കാര്യങ്ങളുണ്ട്. അതിൻ്റെ മോയ്സ്ചറെല്ലാം പോയി ഈർപ്പമെല്ലാം പോയി കൃത്യമായതിനു ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസം കട്ടിങ്ങിനായിട്ട് ഇല വിടുന്നത്. ഒരു മെയിൻ കട്ടിങ് നടന്ന് റോട്രോബാനിൽ കട്ടിങ്ങിന് ശേഷം 5 മെയിൻ കട്ടിങ്ങുകൾക്ക് ശേഷം ഫെർമെൻറ്റേഷൻ ഡ്രമ്മിൽ ചെല്ലും. ഫെർമെൻറ്റേഷൻ ഡ്രമ്മിൽ ഒരു അരോമ കോപ്പർ കളറ് ഒക്കെ കൃത്യമായിട്ട് വരുന്ന സമയത്ത് ചേമ്പറിലേക്ക് വറുക്കാൻ പോകുന്നു. ചേമ്പറിൽ ഹൈ ഡിഗ്രിയിൽ വറുത്തതിന് ശേഷം അത് ക്ലീനിങ്ങിനായിട്ട് 2 മെയിൻ ക്ലീനിങ്ങും 2 സബ് ക്ലീനിങ്ങുമാണ് നടക്കുന്നത്.
അതിനുശേഷം അത് ചായ ഗ്രേഡിങ്ങിലേക്ക് പോകും. ഗ്രേഡ് ചെയ്ത് ചായ, പല ഗ്രേഡിലാണ് ചായ നമുക്ക് കിട്ടുന്നത്. ഗ്രേഡ് ചെയ്ത് കിട്ടുന്ന ഈ ചായ പരസ്പരം നിശ്ചിത അനുപാതത്തിൽ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കുടിക്കാവുന്ന പരുവത്തിലേക്ക് ഈ ചായ ആകുകയും ചെയ്യുന്നത്. ഇവിടെ തേയില വളർന്നതിനോടൊപ്പം കാൽവരി മൗണ്ടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ടീ ടൂറിസം കാൽവരി മൗണ്ട് മേഖല ടൂറിസം മേഖലയുടെ ഒരു പ്രധാന കേന്ദ്രബിന്ദുവാക്കി മാറ്റിയിരിക്കുകയാണ്. മൂന്നാർ, വാഗമണ്ണ്, കാൽവരി മൗണ്ട്, ചെറുതോണി ഇടുക്കി ഡാമുകളിൽ നിന്ന് വെറും 5 കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാൽവരി മൗണ്ട്. അത് ടീ ടൂറിസം ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാൽവരി മൗണ്ട് തേയില കർഷകർ വ്യാപകമായി തേയില ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പൊടി ഇവിടെ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് ധാരാളം ആളുകൾ ഇവിടെ വരികയും ഇവിടെ വാഗമൺ പോലത്തെ സെയിം ക്ലൈമറ്റ് ഇവിടെ അനുഭവപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ ഇപ്പോൾ ഒരു വർഷം ഏതാണ്ട് ഒരു 3 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ജീവൻ ടീ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. കേവലം ഒരു വ്യവസായ സംരംഭമോ അല്ലെങ്കിൽ കച്ചവട വിചാരമോ മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ശരിയായ സാമൂഹ്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണിത്. നമുക്കറിയാവുന്നതുപോലെ തേയില പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ കണ്ടമാനം വളരെയധികം സാധ്യതകളാണ്. ഇത് മോശമാകാനുള്ള സാധ്യതകളേറെയുണ്ട്. അങ്ങനെ മോശമാകാതെ ഏറ്റവും ഗുണമേന്മയുള്ള തേയില ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം ഈ പ്രസ്ഥാനത്തിന് ഉണ്ട്. തേയിലയുടെ പ്രോസസ്സിങ്ങിൽ അത് ഗുണമേന്മയുള്ളതാകണമെങ്കിൽ തീർച്ചയായിട്ടും തേയില ലീഫിൽ നിന്ന് തന്നെ തേയില ഉണ്ടാവണം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 5 കിലോ പച്ച കൊളുന്തിന് 1 കിലോ തേയിലപ്പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 1 കിലോ തേയിലപ്പൊടിയിൽ 600 ഗ്രാം RC ആയും 400 ഗ്രാം സെയിലബിൾ ടീയുമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. 600 ഗ്രാം RC എന്ന് പറയുന്നത് ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ നല്ല ഗുണമേന്മയുള്ള ചായപ്പൊടി ഉണ്ടാകണമെങ്കിൽ ലീഫിനോടുകൂടി കൃത്യമായ അനുപാതത്തിൽ ഈ RC ചേർന്ന് വേണം ചായ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും ഭംഗിയായ ചായ ഉണ്ടാകുന്നത്. പലപ്പോഴും ഗുണമേന്മയില്ലാത്ത ചായപ്പൊടികൾ ഉണ്ടാക്കുകയും RCയിൽ നിന്ന് തന്നെ വീണ്ടും പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുമ്പോൾ ചായ മോശമാവുകയും നമ്മുടെ ആളുകളിലേക്ക് ഗുണമുള്ള ചായ എത്തിക്കാൻ പറ്റാതെ വരികയും ചെയ്യും. ജീവൻ ടീ ഫാക്ടറി അതിൻ്റെ ചായയിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഏറ്റവും നല്ല ചായ ഉണ്ടാക്കുവാനായിട്ട് കൃഷിക്കാരിൽ നിന്ന് എപ്പോഴും ലീഫ് എടുത്ത് ഏറ്റവും നല്ല ചായ ഉണ്ടാക്കുവാനായിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലേക്ക് ഞങ്ങളുടെ ചായ എത്തിക്കുവാൻ നിരവധി പരിമിതികൾ ഞങ്ങൾക്കുണ്ട്. കാരണം ഇതൊരു വലിയ മത്സരമാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വലിയ മത്സരമാണ്. ആ മത്സരത്തിൽ ഏറ്റവും നന്നായി ഞങ്ങളുണ്ടാക്കുന്ന ചായ എത്തിക്കുക എന്നതിൻ്റെ അകത്ത് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ പരസ്യങ്ങൾ കൊടുക്കുവാനായിട്ട് ഏറ്റവും ശുദ്ധമായ തേയില ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന് പരിമിതികളുമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ മാർക്കറ്റിൽ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി കൊടുക്കാൻ പറ്റുന്ന മേഖലകളിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നു.
ഇടവകകൾ കേന്ദ്രീകരിച്ചും വിവിധ രൂപതകളുടെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയും ഒക്കെ ഞങ്ങളുടെ ചായ എത്തിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കാര്യം പ്രയോജനപ്പെടുത്തുവാനായിട്ട് ജീവൻ ടീ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇടവകകൾക്കും നമ്മുടെ രൂപതകൾക്കും നമ്മുടെ ഈ സാധ്യതയെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാനും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റവും നല്ല ചായ അങ്ങനെ എത്തിക്കുവാനും തീർച്ചയായിട്ടും നമുക്ക് കഴിയും. ജീവൻ ടീ എന്ന സാമൂഹിക പ്രസ്ഥാനത്തിൻ്റെ ആത്യന്ത്യ ലക്ഷ്യങ്ങൾ ഏറെയാണ്. പ്രാദേശിക കർഷകരുടെ സംരക്ഷണമാണ് അതിൽ പ്രധാനം. ഒപ്പം തന്നെ സമീപവാസികൾക്ക് തൊഴിൽ നൽകാനും സ്ഥാപനം ശ്രദ്ധിക്കുന്നു. മായമില്ലാത്തതും നിറങ്ങൾ ചേർക്കാത്തതും കലർപ്പോ രാസപദാർത്ഥങ്ങളോ ഉൾപ്പെടുത്താതെ ശുദ്ധമായ ചായപ്പൊടി സമൂഹത്തിന് ലഭ്യമാക്കുക എന്ന സാമൂഹിക ഉത്തരവാദിത്തവും പ്രസ്ഥാനം നിർവഹിക്കുന്നു. വിപണിയിലെ മത്സരങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് കണ്ണഞ്ചിപ്പിക്കുന്ന പരസ്യങ്ങളുടെ പിൻബലമില്ലാതെ ശുദ്ധമായ ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണെന്ന നീതിബോധത്തിലൂന്നിയാണ് ഇടുക്കി രൂപത ഏറെ പ്രതിസന്ധികൾക്കിടയിലും ജീവൻ ടീ പോലൊരു പ്രസ്ഥാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്. അതിനാൽ തന്നെ മനുഷ്യ നന്മയുടെ ഭാഗമായ ഇത്തരം സംരംഭങ്ങളെ കരം ചേർത്ത് ശക്തി പകരേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതിൻ്റെ ഊർജം സമാനമായ സാമൂഹിക ബദലുകൾക്ക് നൽകുന്ന പ്രചോദനവും ആവേശവും വാനോളം. ഒത്തിരിയേറെ പരിമിതികളുടെ ഇടയിലാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം മാർക്കറ്റിങ്ങിലും മറ്റ് ഉൽപ്പാദന മേഖലകളിലുമെല്ലാം ഒത്തിരി സ്ട്രഗിൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ വലുതായതുകൊണ്ട് ലാഭത്തേക്കാൾ ഉപരി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത്. കാരണം കൃഷിക്കാരെ നിലനിർത്തിക്കൊണ്ട് പോകണം. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ അവരുടെ ജോലിക്ക് തടസ്സം കൂടാതെ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ഏറ്റവും നല്ല ഒരു ഫുഡ് പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇനിയും കൊടുക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഇത് മറ്റ് ഉള്ളവർക്കൊരു മാതൃകയായിട്ട് പ്രസ്ഥാനം നിലനിൽക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യങ്ങളുള്ളതുകൊണ്ടാണ് ഇടുക്കി രൂപത ഇതിന് ഈ തരത്തിലൊരു നേതൃത്വം നൽകി മുമ്പോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത്.